ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. പ്രതിപക്ഷ ഭരണപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടികൾ തടസ്സപ്പെട്ടു. ശബരിമല സ്വർണ്ണപ്പാളി കേസ് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് പാർലമെന്റിന് പുറത്ത് UDF എംപിമാരുടെ പ്രതിഷേധം. ജോർദാൻ, എത്യോപ്യ, ഒമാൻ എന്നീ രാജ്യങ്ങളിലെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യാത്ര തിരിച്ചു. രാജ്യത്തിന്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി രാജ്കുമാർ ഗോയൽ സത്യപ്രതിജ്ഞ ചെയ്തു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം രണ്ടാം ഘട്ടം സംസ്ഥാനത്ത് ഈ മാസം 18 വരെ തുടരും. SIRൽ കണ്ടെത്താൻ സാധിക്കാത്ത 25 ലക്ഷം പേരുടെ വിവരങ്ങൾ ഉടൻ പ്രസിദ്ധീകരിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പുതിയ ഭരണസമിതികളുടെ സത്യപ്രതിജ്ഞ ഈ മാസം 21-ന്. അധ്യക്ഷ, ഉപാധ്യക്ഷ സ്ഥാനങ്ങളിലേക്കുള്ളവരെ തീരുമാനിക്കാൻ കൂടിയാലോചനകൾ തുടരുന്നു. 93ാമത് ശിവഗിരി തീർത്ഥാടനത്തിന് തുടക്കമായി. ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക്. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം തുടരുന്നു. പ്രതിപക്ഷ ഭരണപക്ഷ ബഹളത്തെ തുടർന്ന് ഇരുസഭകളിലും നടപടികൾ തടസ്സപ്പെട്ടു. ലോക്സഭ 2 മണിവരെ നിർത്തിവച്ചു. ഏതു വിഷയവും ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാണെന്ന് സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. തിരഞ്ഞെടുപ്പ് പരിഷ്കരണങ്ങൾ സംബന്ധിച്ച ചർച്ച രാജ്യസഭയിൽ ഇന്നും തുടരും. ധനവിനിയോഗ ബിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. ശബരിമല സ്വർണ്ണപ്പാളി കേസ് കോടതി മേൽനോട്ടത്തിൽ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് UDF എംപിമാർ പാർലമെന്റിന് പുറത്ത് പ്രതിഷേധിച്ചു. ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യാത്ര തിരിച്ചു. ജോർദാൻ, എത്യോപ്യ, ഒമാൻ എന്നീ രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുന്നത്. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ ആദ്യഘട്ടത്തിൽ ജോർദാൻ സന്ദർശിക്കുന്ന ശ്രീ നരേന്ദ്രമോദി അബ്ദുള്ള രണ്ടാമൻ രാജാവുമായി കൂടിക്കാഴ്ച നടത്തും. നാളെ എത്യോപ്യയിലേക്ക് പുറപ്പെടുന്ന അദ്ദേഹം എത്യോപ്യൻ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. ഏകദിന എത്യോപ്യൻ സന്ദർശനത്തിന് ശേഷം ശ്രീ നരേന്ദ്രമോദി ഒമാനിലെത്തും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ രണ്ടാം ഘട്ടം കേരളത്തിൽ ഈ മാസം 18 വരെ തുടരും. SIRൽ കണ്ടെത്താൻ സാധിക്കാത്ത 25 ലക്ഷം പേരുടെ വിവരങ്ങൾ ഉടൻ പ്രസിദ്ധീകരിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. മരിച്ചവർ, താമസം മാറിയവർ, ഇരട്ടിപ്പ്, മറ്റുള്ളവർ എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലായാണ് BLOമാർ ഇവരെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫോമുകൾ ഇനിയും തിരികെ നൽകാത്തവർ എത്രയും വേഗം പൂരിപ്പിച്ച് BLOമാരെ ഏൽപ്പിക്കണമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും പൊതുസ്ഥലങ്ങളിൽ സ്ഥാപിച്ച പ്രചാരണ സാമഗ്രികൾ ഉടൻ നീക്കം ചെയ്യണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. നീക്കം ചെയ്യാത്തവ തദ്ദേശ സ്ഥാപനങ്ങൾ നീക്കം ചെയ്ത് സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് ചെലവിൽ ഉൾപ്പെടുത്തുമെന്നും കമ്മീഷണർ അറിയിച്ചു. കേരളത്തിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം ഈ മാസം 18 വരെ തുടരും. കണ്ണൂർ മമ്പറത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെയും ഏജന്റിനെയും ആക്രമിച്ച സംഭവത്തിൽ അറസ്റ്റിലായ 4 CPIM പ്രവർത്തകരെ തലശ്ശേരി കോടതി റിമാൻഡ് ചെയ്തു. കണ്ടാൽ അറിയാവുന്ന 100ഓളം UDF പ്രവർത്തകർക്കെതിരെയും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ആഹ്ലാദ പ്രകടനത്തിനിടെയായിരുന്നു സംഘർഷം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പുതിയ ഭരണസമിതികളുടെ സത്യപ്രതിജ്ഞ ഈ മാസം 21-ന് നടക്കും. കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും ഉൾപ്പെടെ അധ്യക്ഷ, ഉപാധ്യക്ഷ സ്ഥാനങ്ങളിലേക്കുള്ളവരെ തീരുമാനിക്കാൻ വിവിധ മുന്നണികൾ കൂടിയാലോചനകൾ തുടരുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ അനുകൂല ജനവിധി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുതൽക്കൂട്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് UDF. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിച്ച് സംസ്ഥാനത്ത് മുന്നേറ്റം കാഴ്ചവെച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് NDA. തെരഞ്ഞെടുപ്പിൽ ഏറ്റ അപ്രതീക്ഷിത തിരിച്ചടിയുടെ കാരണങ്ങൾ വിലയിരുത്താൻ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റും CPI സംസ്ഥാന എക്സിക്യൂട്ടീവും ഇന്ന് ചേരുകയാണ്. 93ാമത് ശിവഗിരി തീർത്ഥാടനത്തിന് തുടക്കമായി. വി ജോയ് MLA തീർത്ഥാടനം ഉദ്ഘാടനം ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. 93ാമത് ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് ഈ മാസം 29 വരെ ഗുരുദേവ കൃതികളെയും ദർശനത്തെയും ആസ്പദമാക്കി വിവിധ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കും. ശിവഗിരി മഠത്തിലെ സന്യാസിമാരും പ്രശസ്ത പ്രഭാഷകരും സമ്മേളന പരിപാടികളിൽ പ്രഭാഷണങ്ങൾ നടത്തും. സെമിനാറുകളും ദിവസവും ഗുരുദേവ കൃതി പാരായണവും ഉണ്ടാകും. ഈ മാസം 21 മുതൽ വൈകുന്നേരങ്ങളിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറും. ഈ മാസം 30, 31, ജനുവരി 1 തീയതികളിലാണ് ശിവഗിരി മഹാതീർത്ഥാടനം. മുഖ്യ വിവരാവകാശ കമ്മീഷണറായി രാജ്കുമാർ ഗോയൽ സത്യപ്രതിജ്ഞ ചെയ്തു. ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു.
നീതിന്യായ വകുപ്പ് സെക്രട്ടറിയായി വിരമിച്ച ശ്രീ രാജ്കുമാർ ഗോയൽ ജമ്മു കശ്മീരിലും സുപ്രധാന സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. 30ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ 4ാം ദിവസമായ ഇന്ന് 74 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. ബെർലിൻ മേളയിൽ മികച്ച ആദ്യ ഫീച്ചർ ഫിലിമിനുള്ള പുരസ്കാരം നേടിയ ഫാങ് നോക് ഖാന്റെ കൂലി നെവർ ക്രൈസ്, ഇറാനിയൻ ചിത്രം എബൌട്ട് എല്ലി, ഏഞ്ചൽ ഫാൾ എന്നിവയാണ് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം മറ്റു വാർത്താ ബുള്ളറ്റിനുകൾക്ക് പുറമെ ഇന്നു മുതൽ 2 പ്രത്യേക ബുള്ളറ്റിനുകൾ കൂടി പ്രക്ഷേപണം ചെയ്യും. രാവിലെ 11 മണിക്കും വൈകിട്ട് 3 മണിക്കും 5 മിനിറ്റ് ദൈർഘ്യമുള്ള ബുള്ളറ്റിനുകളാണ് ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നത്. രാത്രി 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ ഇനി മുതൽ 10 മിനിറ്റായിരിക്കും. പഹൽഗാം ഭീകരാക്രമണ കേസിൽ ദേശീയ അന്വേഷണ ഏജൻസി ഇന്ന് ജമ്മുവിലെ പ്രത്യേക കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കും. പഹൽഗാമിലെ ബൈസരൻ മേഖലയിൽ പാകിസ്ഥാൻ ആസ്ഥാനമായ ഭീകരർ നടത്തിയ ആക്രമണത്തിൽ വിനോദസഞ്ചാരികളടക്കം 26 പേരാണ് കൊല്ലപ്പെട്ടത്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാന് ഇന്ത്യ മറുപടി നൽകിയിരുന്നു. ഡൽഹിയിൽ വായു മലിനീകരണം അതിരൂക്ഷം. പ്രതിരോധ മാർഗത്തിന്റെ ഭാഗമായി ഗ്രേഡഡ് റെസ്പോൺസ് കർമ്മപദ്ധതിയുടെ 4ാം ഘട്ട നടപടികൾ പ്രാബല്യത്തിൽ വന്നു. അതേസമയം കനത്ത മൂടൽമഞ്ഞിനെ തുടർന്ന് ഡൽഹി വിമാനത്താവളത്തിൽ നിന്നുള്ള സർവീസുകൾ തടസ്സപ്പെടാൻ സാധ്യത. യാത്രക്കാർ വിമാന സർവീസുകളുടെ പട്ടിക പരിശോധിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. ശബരിമല സന്നിധാനത്ത് തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിക്കുന്നു. അരവണ വിതരണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. ഈ മാസം 27-ന് മണ്ഡലപൂജ നടക്കും. അടുത്ത മാസം 14-നാണ് മകരവിളക്ക് മഹോത്സവം. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. സന്നിധാനത്ത് മണ്ഡലപൂജയ്ക്ക് 11 നാൾ മാത്രം ബാക്കി നിൽക്കെ ദർശനത്തിനായി എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. തിരക്ക് നിയന്ത്രണത്തിന്റെ ഭാഗമായി ഭക്തരെ മരക്കൂട്ടം മുതൽ നടപ്പന്തൽ വരെ ഘട്ടം ഘട്ടമായി തിരിച്ചാണ് ദർശനത്തിനായി കടത്തിവിടുന്നത്. ഈ മാസം 23-ന് ആറന്മുളയിൽ നിന്ന് സന്നിധാനത്തേക്ക് തിരിക്കുന്ന തങ്കയങ്കി ഘോഷയാത്ര 26-ന് വൈകിട്ട് സന്നിധാനത്തെത്തി അയ്യപ്പന് തങ്കയങ്കി ചാർത്തി ദീപാരാധന നടക്കും. 27-നാണ് മണ്ഡലപൂജ നടക്കുക. ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ പ്രതിയായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന്റെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി തള്ളി. കേസിൽ റിമാൻഡിലായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും 2 ദിവസത്തേക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടു. ചെറുകഥാകൃത്തും നാടകകൃത്തും നോവലിസ്റ്റുമായ M. രാഘവൻ അന്തരിച്ചു. എഴുത്തുകാരൻ M. മുകുന്ദന്റെ ജ്യേഷ്ഠ സഹോദരനാണ്. മുംബൈയിലെ ഫ്രഞ്ച് കോൺസുലേറ്റിന്റെ സാംസ്കാരിക വിഭാഗത്തിലും ദില്ലിയിലെ എംബസിയിലും ജോലി ചെയ്തിട്ടുണ്ട്. സംസ്കാരം ഇന്ന് 3 മണിക്ക് മാഹി പൊതുശ്മശാനത്തിൽ നടക്കും. സംസ്ഥാനത്തെ സ്കൂളുകളിൽ ക്രിസ്മസ് പരീക്ഷയ്ക്ക് തുടക്കമായി. LP വിഭാഗം പരീക്ഷകൾ 17-നാണ് ആരംഭിക്കുന്നത്. 1 മുതൽ 10 വരെയുള്ള ക്ലാസുകളിലെ പരീക്ഷകളും ഹയർ സെക്കൻഡറി വിഭാഗം പരീക്ഷകളും ഈ മാസം 23-ന് അവസാനിക്കും. ക്രിസ്മസ് അവധിക്ക് ശേഷം സ്കൂളുകൾ ജനുവരി 5-ന് തുറക്കും. കണ്ണൂരിൽ +2 വിദ്യാർത്ഥികളെ മർദ്ദിച്ചെന്ന പരാതിയിൽ അധ്യാപകൻ ലിജോ ജോണിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. കണ്ണൂർ പയ്യന്നൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെയാണ് വിനോദയാത്രയ്ക്കിടെ ഉണ്ടായ തർക്കത്തെ തുടർന്ന് അധ്യാപകൻ മർദ്ദിച്ചത്. വിദ്യാർത്ഥികൾ തൃക്കരിപ്പൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പാലക്കാട് അട്ടപ്പാടിയിൽ വീട്ടിലെ പ്രസവത്തിനിടെ നവജാത ശിശു മരിച്ചു. ഷോളയൂർ സ്വർണ്ണപ്പിരിവിൽ സുമിത്രയുടെ ആൺകുഞ്ഞാണ് മരിച്ചത്. 6 മാസം ഗർഭിണിയായിരുന്ന സുമിത്ര വീട്ടിൽ പ്രസവിക്കുകയായിരുന്നുവെന്ന് ആരോഗ്യ പ്രവർത്തകർ അറിയിച്ചു. രാജ്യത്തെ ഓഹരി വിപണികൾ നഷ്ടത്തിൽ. സെൻസെക്സ് 33 പോയിന്റ് നഷ്ടത്തിൽ 85,234-നും നിഫ്റ്റി 22 പോയിന്റ് കുറഞ്ഞ് 26,024-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില പവന് 600 രൂപ വർദ്ധിച്ച് 98,800 രൂപയും ഗ്രാമിന് 12,350 രൂപയുമായി. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രതിപക്ഷ ഭരണപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടികൾ തടസ്സപ്പെട്ടു. ശബരിമല സ്വർണ്ണപ്പാളി കേസ് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് പാർലമെന്റിന് പുറത്ത് UDF എംപിമാരുടെ പ്രതിഷേധം. ജോർദാൻ, എത്യോപ്യ, ഒമാൻ എന്നീ രാജ്യങ്ങളിലെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യാത്ര തിരിച്ചു. രാജ്യത്തിന്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി രാജ്കുമാർ ഗോയൽ സത്യപ്രതിജ്ഞ ചെയ്തു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം 2ാം ഘട്ടം സംസ്ഥാനത്ത് ഈ മാസം 18 വരെ തുടരും. SIRൽ കണ്ടെത്താൻ സാധിക്കാത്ത 25 ലക്ഷം പേരുടെ വിവരങ്ങൾ ഉടൻ പ്രസിദ്ധീകരിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ.
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പുതിയ ഭരണസമിതികളുടെ സത്യപ്രതിജ്ഞ ഈ മാസം 21-ന്. അധ്യക്ഷ ഉപാധ്യക്ഷ സ്ഥാനങ്ങളിലേക്കുള്ളവരെ തീരുമാനിക്കാൻ കൂടിയാലോചനകൾ തുടരുന്നു. 93ാമത് ശിവഗിരി തീർത്ഥാടനത്തിന് തുടക്കമായി. ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.